മഹേഷ്, അങ്ങയുടെ വീട് ശരിക്കും കൊച്ചിയിൽ എവിടെയാണ്? കൊച്ചിയിൽ തിരുവാങ്കുളത്തിനടുത്ത് ശാസ്താമുകൾ എന്ന സ്ഥലത്ത്. എത്ര കുട്ടികളുണ്ടായിരുന്നു? ആകെ ഒരു കുട്ടിയേ ഉള്ളൂ. ഒരു കുട്ടിയേ ഉള്ളായിരുന്നു. മകളായിരുന്നു അല്ലേ? മകളായിരുന്നു. അയാൾ ഇങ്ങനെ അയാൾക്ക് എത്ര വയസ്സ് പ്രായം ഉണ്ടായിരുന്നു? 16 വയസ്സ്. പഠിക്കുമായിരുന്നു. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പഠിക്കുമായിരുന്നു. ടെൻഷനുള്ള കുട്ടിയായിരുന്നു? ടെൻഷൻ എന്ന് പറയാനില്ല. ഈ 16 വർഷത്തിൻ്റെ ഇടയ്ക്ക് എൻ്റെ മകള് ടെൻഷനായിരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം എപ്പോഴും ഞാൻ അവരെ ഹാപ്പിയാക്കി വെക്കാൻ ശ്രമിക്കുന്ന, അതിനുവേണ്ടി സമയം കണ്ടെത്തുന്ന ഒരു രീതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. കൂടെ വൈഫ് വന്നിട്ടുണ്ടോ? വൈഫ് വന്നിട്ടില്ല. വൈഫ് റിക്കവറി ആയി വരാൻ ഒരു അമ്മയല്ലേ. എന്നായിരുന്നു ഇത് സംഭവിച്ചത്? ഈ കഴിഞ്ഞ 27-ാം തീയതി. ഈ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഈ നിങ്ങൾ തമ്മിൽ സംസാരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? തീർച്ചയായിട്ടും. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് തലേ ദിവസം ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് അമ്പലങ്ങളിൽ പോവുകയും സന്തോഷവതിയായിട്ട് പുറത്തുനിന്ന് ആഹാരം കഴിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങൾ ഹാപ്പിയായി എല്ലാ ദിവസത്തെയും പോലെ തന്നെ അന്നും വന്നതാണ്. എപ്പോഴാണ് ഈ സംഭവം അറിഞ്ഞത്, കുട്ടി ഇങ്ങനെ ചെയ്തു എന്നുള്ളത്? ഞാൻ രാവിലെ പതിവ് പോലെ ജോലിക്ക് ഒരു 6 മണിയാകുമ്പോഴേക്കും പോകും. എവിടെയാ ജോലി ചെയ്യാൻ? എവിടെയാ പോകുന്നത്? ഞാൻ തൃപ്പൂണിത്തുറ, മുളന്തുരുത്തി ആ ലൊക്കാലിറ്റിയിലൊക്കെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ തിരിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്ക് എല്ലാ ദിവസവും വീട്ടിലും എത്തണ ആളാണ്. അപ്പോൾ വെളുപ്പിന് ഞാൻ ഒരു 6 മണിയായപ്പോൾ പോകുമ്പോൾ മോൾ എൻ്റെ കൂടെ എണീറ്റ് അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ടാണ് ഞാൻ. രീതി എങ്ങനെയാ? ഒരുപാട് വൈകിയിരുന്ന് പഠിക്കുമോ അതോ രാവിലെ എഴുന്നേൽക്കുമോ? രാവിലെ എൻ്റെ കൂടെ ഒരു 5 മണിക്ക് എഴുന്നേറ്റിരുന്ന് പഠിക്കും. 5 മണിക്കാണ് രാവിലെ എൻ്റെ കൂടെ. സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്? ചോറ്റാനിക്കര +1 പഠിച്ചിരുന്നത്. അപ്പം ഞാൻ ജോലി സ്ഥലത്ത് വെച്ചാണ് ഇങ്ങനെ ഒരു വിവരം അറിയുന്നത്. അവിടെ സ്കൂളിൽ പോകുന്ന വഴിക്കാണോ? അതെ, സ്കൂളിൽ പോകുന്ന വഴി. അവിടെ എനിക്ക് സ്കൂൾ ബാഗുമായിട്ടൊക്കെ പോയി സ്ഥിരം എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ തന്നെ അന്നും 7:45 ആകുമ്പോൾ സ്കൂളിലേക്ക് പോകുന്നു എന്നും പറഞ്ഞ് രാവിലെ കഴിക്കാനുള്ള ടിഫിൻ കഴിച്ചു. ഉച്ചത്തേക്കുള്ള ഫുഡ് കരുതി, കുടിക്കാനുള്ള വെള്ളവും വരെ കരുതിക്കൊണ്ട് സ്കൂളിലേക്ക് പോവുകയാണെന്നും പറഞ്ഞു അമ്മയോട് ടാറ്റയും പറഞ്ഞു പോയ ആളാണ്. അവിടെ ഈ വെള്ളത്തിൽ ചാടി ഈ പാറമട വീടിനടുത്ത് തന്നെയാണ്. ആണോ? നേരത്തെ ഈ പാറമടയുടെ അടുത്തൊക്കെ പോയിട്ടുണ്ടോ? അവിടെ അതുവഴിയാണോ സ്കൂളിൽ പോകുന്നത്? അതുവഴി തന്നെയാണ്. ജനിച്ചു വളർന്ന അവിടെ തന്നെയാണ്. കുട്ടികൾക്ക്, അവിടെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം. അല്ല, ആ സമയത്ത് വേറെ ആരും കണ്ടിട്ടൊന്നുമില്ലായിരുന്നു ഇവിടെ പിന്തിരിപ്പിക്കാൻ വേണ്ടി? അതില് കൂടുതലും ആൾയാത്ര കുറവുള്ള ഏരിയ.